ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ ദിവസങ്ങളിലാണ് നാം 9 ദിവസം നമ്മൾ മാതാവിൻ്റെ സ്വർഗാരോപണ ദിവസങ്ങളിലുണ്ടായ കാര്യമാണ് ധ്യാനിക്കുന്നത്. അതിൻ്റെ 3-ാം നാളാണ് ഇന്ന്. പരിശുദ്ധ അമ്മ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് 3 ദിവസങ്ങൾക്ക് മുമ്പ്, 3 വർഷങ്ങൾക്ക് മുമ്പ് ഇത് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അമ്മയുടെ കടന്നുപോകലിൻ്റെ 3 ദിവസം മുമ്പ് എന്താണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. സത്യവും സജീവവുമായ വാഗ്ദാന പേടകം നിത്യ ജെറുസലേമിലെ ദേവാലയത്തിൻ്റെ പരിശുദ്ധ വേദിയിൽ സ്ഥാപിക്കപ്പെടാൻ പിതാവായ ദൈവം തീരുമാനിച്ച ദിവസം അടുത്തു വരികയാണ്. 3 ദിവസം കഴിഞ്ഞാൽ അമ്മ ഇവിടെ നിന്ന് കടന്നു പോകും. അമ്മയുടെ കടന്നു പോകലിൻ്റെ 3 ദിവസം മുമ്പ് അപ്പസ്തോലന്മാരും മറ്റ് ശിഷ്യന്മാരും ഒക്കെ ജെറുസലേമിലെ ഊട്ടുശാലയിൽ ഒന്നിച്ചുകൂടി. ആദ്യം എത്തിയത് വിശുദ്ധ പത്രോസായിരുന്നു. പത്രോസ് എങ്ങനെയാണ് വന്നതെന്നറിയുമോ? പത്രോസിനെ മാലാഖമാർ റോമായിൽ നിന്നും ജെറൂസലേമിലേക്ക് സംവഹിച്ച് കൊണ്ടുവരികയായിരുന്നു. ഇങ്ങനെ കുറേ അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മയുടെ നാളുകളിൽ നടന്നിട്ടുണ്ട്. മാലാഖമാർ എടുത്തുകൊണ്ടുവരികയാണ് പത്രോസിനെ. റോമായിലായിരിക്കുമ്പോൾ മാലാഖ പ്രത്യക്ഷനായിട്ട് പത്രോസിനോട് പറഞ്ഞു, പരിശുദ്ധ മാതാവിൻ്റെ കടന്നു പോകലിൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഉടൻ തന്നെ നീ ജെറുസലേമിൽ എത്തണം. അങ്ങനെ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. കാരണം അവിടെ പത്രോസിൻ്റെ സാന്നിധ്യം ആവശ്യമായിരുന്നു. അപ്രകാരമാണ് മാലാഖ പത്രോസിനെ റോമായിൽ നിന്നും സംവഹിച്ച് ജെറുസലേമിൽ എത്തിച്ചത്. ഊട്ടുശാലയിൽ പത്രോസ് എത്തുമ്പോൾ പരിശുദ്ധ രാജ്ഞി അവിടെ വിശ്രമിക്കുകയായിരുന്നു. അമ്മ ശാരീരികമായി വളരെ ക്ഷീണിതയായി കാണപ്പെട്ടു. ദൈവസ്നേഹത്തിൻ്റെ ശക്തിയാലാണ് അങ്ങനെ ആ അവസ്ഥയിലായത്. മരണത്തോടടുക്കും തോറും ദൈവസ്നേഹത്തിൻ്റെ സാന്ദ്രത അമ്മയുടെ ശാരീരിക ബലത്തെ ക്ഷയിപ്പിച്ചുകൊണ്ടിരുന്നു. അമ്മ പത്രോസിനെ സ്വീകരിക്കാനായി പ്രാർത്ഥനാ സങ്കേതത്തിൻ്റെ വാതിക്കൽ വന്നു നിന്നു. കർത്താവിൻ്റെ വികാരിയുടെ മുമ്പിൽ അവൾ മുട്ടിന്മേൽ നിന്ന് അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞുവെന്ന്: ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്തെന്നാൽ സർവശക്തനിതാ പരിശുദ്ധ പിതാവിനെ എൻ്റെ മരണവേളയിൽ സഹായകനായി എൻ്റെ പക്കൽ എത്തിച്ചിരിക്കുന്നു. നമുക്കിതൊന്ന് ശ്രദ്ധിച്ച് ചിന്തിച്ചാൽ, ദൈവത്തിൻ്റെ അമ്മയാണ് സാധാരണ മനുഷ്യൻ പത്രോസിൻ്റെ മുമ്പിൽ കുമ്പിടുന്നത്. അവിടെ പത്രോസ് സാധാരണ മനുഷ്യനല്ല, തമ്പുരാൻ സഭയുടെ താക്കോൽ, സ്വർഗത്തിൻ്റെ താക്കോൽ കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുന്ന ഏക വ്യക്തിത്വമാണ് ഈ പത്രോസ്. പത്രോസിനെയാണ് സഭയുടെ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്ഥാനം പരിശുദ്ധ അമ്മ ഏറ്റവും എളിമയോടുകൂടെ അമ്മ പത്രോസിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയാണ്. എന്നിട്ടാണ് അമ്മ പറയുന്നത്, പരിശുദ്ധ പിതാവിനെ എൻ്റെ മരണവേളയിൽ എനിക്കായി അയച്ചിരിക്കുന്നു. അതിനുശേഷം പിന്നെ പൗലോസ്ലീഹ വന്നെത്തി. പത്രോസിനോട് കാട്ടിയതുപോലെ തന്നെ സ്നേഹാദരങ്ങൾ പൗലോസിനും അർപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തെ കണ്ടതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചു. സ്ലീഹന്മാരെല്ലാവരും പരിശുദ്ധ അമ്മയെ മാതാവ്, മഹാരാജ്ഞി, സൃഷ്ടികളുടെ നാഥ എന്നൊക്കെയാണ് വിളിച്ച് സംബോധന ചെയ്യുന്നത്. അവർക്ക് നല്ല സന്തോഷമുണ്ടായിരുന്നു, ഒപ്പം തന്നെ ദുഃഖമുണ്ടായിരുന്നു. അവൾ പോവാണല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ ഈ അപ്പസ്തോലന്മാരുടെ പിന്നാലെ ശിഷ്യന്മാരും വന്നു. എല്ലാവരും ഊട്ടുശാലയിൽ സമ്മേളിച്ചു. പരിശുദ്ധ അമ്മ അവരെ ഓരോരുത്തരെയും സെപ്പറേറ്റായിട്ട് ഹൃദയപൂർവ്വം സ്വീകരിച്ചു. എല്ലാവരോടും അമ്മ പറഞ്ഞു, എന്നെ ആശീർവദിക്കുകയെന്ന്. അമ്മ എല്ലാവരുടെ ആശീർവാദം വാങ്ങി. ഞാൻ ഇത് വായിക്കുമ്പോൾ ഓർക്കാണ്, ഓരോ കുർബാനകൾ കഴിയുമ്പോഴും
തലയിൽ കൈവച്ച് അച്ഛന്മാർ പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ വിശ്വാസമുള്ളവർ ഓടിക്കൂടും. ഇതൊക്കെയാണ് അമ്മ നമുക്ക് കാണിച്ചു തന്നത്. ദൈവത്തിൻ്റെ അമ്മയാണ് മനുഷ്യരുടെ ആശീർവാദത്തിന് വേണ്ടി നിൽക്കുന്നത്. അങ്ങനെ അമ്മ യോഹന്നാനോട് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. അതിഥികൾ വരുമ്പോൾ വേണ്ട വിധമൊക്കെ ശ്രദ്ധിച്ചോളോ, സ്വീകരിച്ചോളോ എന്നൊക്കെ പറഞ്ഞിട്ട് യോഹന്നാൻ അതിനു വേണ്ടി ഓടി നടക്കുകയാണ്. അതിനോട് ചേർന്ന് ചെറിയ യാക്കോബും അദ്ദേഹത്തോട് സഹകരിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഓടി നടന്ന് എല്ലാവർക്കും ഭക്ഷണവും താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ അപ്പസ്തോലന്മാരിൽ പലരും അവിടെ എത്തിയത് മാലാഖമാരാൽ സംവഹിക്കപ്പെട്ടിട്ടാണ്. എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ മാലാഖമാർ കൊണ്ടുപോകണതെന്ന് അവർക്കറിയാം. തങ്ങളുടെ ഏക ആശ്രയവും സംരക്ഷണവുമായവൾ വേർപിരിയാൻ സമയമായി. അതോർത്ത് അവരൊക്കെ ദുഃഖിച്ച് കണ്ണീരൊഴുക്കി നിൽക്കുകയാണ്. പക്ഷേ ശിഷ്യന്മാരെ ഈ കാര്യം മാലാഖമാർ അറിയിച്ചിട്ടില്ല. അപ്പസ്തോലന്മാരെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല ഇതെന്തിനാ എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടണത്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥലത്തായിരുന്നു അവർ. പക്ഷെ അവർക്ക് എന്തോ ഒരു ഉൾവിളി, ഊട്ടുശാലയിലേക്ക് പോകണം, ജെറുസലേമിൽ അമ്മയുടെ അടുത്തേക്ക് പോകണം എന്നൊരു ഉൾവിളി കിട്ടിയിട്ട് അവർ വന്നതാണ്. അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് എന്തിനാ നമുക്കിങ്ങനെ തോന്നിയിട്ട് നമ്മളൊക്കെ വന്നത്. അങ്ങനെ അവർ പത്രോസിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും കാരണം അടിയന്തരമായി ഇല്ലാതെ ഇങ്ങനെ ജെറുസലേമിലേക്ക് ഇപ്പോൾ കർത്താവ് ഞങ്ങളോട് പറയില്ല ഇങ്ങനെ വരാനായിട്ട്. അപ്പം അതുകൊണ്ട് ഇതെന്താണ് ഇതിൻ്റെ കാര്യം എന്നറിയാനായിട്ടാണ് അവർ പത്രോസിൻ്റെ അടുക്കിലേക്ക് വന്നത്. അങ്ങനെ അപ്പോൾ പത്രോസ്ലീഹയാണ് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ഇങ്ങോട്ട് വരാൻ തോന്നിച്ചത്. പത്രോസ്ലീഹ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിത നമ്മെ ഓരോരുത്തരെയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചു. ഇത് കാരണം കൂടാണ്ടല്ല. ആ കാരണം നമുക്കേവർക്കും ദുഃഖകരമാണ്. അത്യുന്നത ദൈവമിത പരിശുദ്ധ അമ്മയെ നിത്യമഹത്വത്തിൻ്റെ സിംഹാസനത്തിലേക്ക് ഉയർത്താൻ തിരുഹിതമായിരിക്കുന്നു. അവൾ നമ്മുടെ നാഥയും സാന്ത്വനവും സംരക്ഷണവുമായിരുന്നല്ലോ. അവിടുത്തെ ദിവ്യകൽപ്പന എന്തെന്നാൽ അമ്മയുടെ മഹത്വപൂർണമായ കടന്നുപോകലിന് നാം എല്ലാം ദൃക്സാക്ഷികളായിരിക്കണം എന്നാണ്. നമ്മുടെ ഗുരുവായ ദിവ്യരക്ഷകൻ പിതാവിൻ്റെ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്തേക്ക് കരേറിയപ്പോൾ നമ്മൾ അനാഥരാണെന്ന് ചിന്തിച്ചു. എന്നാൽ തൻ്റെ സാന്നിധ്യത്തിന് പകരക്കാരിയായി പരിശുദ്ധ അമ്മയെ നമുക്ക് ഏൽപ്പിച്ച് തന്നതിന് ശേഷമാണ് അവിടുന്ന് പോയത്. ഇപ്പോഴിതാ നമ്മുടെ എല്ലാമായ അമ്മ നമ്മോട് വിട വാങ്ങാൻ പോകുന്നു. ഇനിയുള്ള നമ്മുടെ തീർത്ഥയാത്രയിൽ ആരാണ് നമുക്ക് പിന്തുണയും പ്രോത്സാഹനവും ഏകുക? അവൾക്ക് പകരമായിട്ട് ആരുമില്ല എന്നറിയുമ്പോൾ നമുക്ക് പ്രതീക്ഷ തരുന്ന കാര്യം ഇതാണ്: നാമും ഉചിതമായ സമയത്ത് അവളെ അനുഗമിച്ച് കടന്നു പോകും എന്നത് മാത്രം. ഇതിനപ്പുറം ഒന്നും പറയാൻ പത്രോസിലേക്ക് പറ്റിയില്ല. കാരണം അദ്ദേഹം വികാരാധീനനായി തൊണ്ടയിടറി കണ്ണ് നിറഞ്ഞൊഴുകി. മറ്റുള്ളവർക്കും ഏറെ സമയത്തേക്ക് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. അവർ കരഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ വികാരി സമചിത്തത വീണ്ടെടുത്തു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മക്കളെ, നമുക്ക് നമ്മുടെ നാഥയായ അമ്മയുമായി സംസാരിക്കാം. ഇനി അവശേഷിച്ചിരിക്കുന്ന അല്പസമയം അവളോടൊത്ത് ചെലവഴിക്കാം. അവളുടെ പക്കൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ നേടാം. അങ്ങനെ ഉടൻ തന്നെ അവരൊന്നിച്ച് പരിശുദ്ധ അമ്മയെ സന്ദർശിച്ചു. അവിടെ അമ്മ ഒരു ചെറു മഞ്ചത്തിൽ മുട്ടുകുത്തി നിൽക്കുന്നതാണ് അവർ കണ്ടത്. ഈ മഞ്ചത്തിലാണ് ഇടയ്ക്കിടയ്ക്ക് അമ്മ വിശ്രമം കൊള്ളാൻ വന്നിരുന്നത്. അമ്മ സ്വർഗീയ മഹത്വം നിറഞ്ഞ് 1000 മാലാഖമാരാൽ ചുറ്റപ്പെട്ട് ഉജ്ജ്വല പ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ട് നിൽക്കുന്നതാണ് അവർ കണ്ടത്. പ്രിയ കൂട്ടുകാരെ, നമുക്കും ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കാം, നമ്മളും പരിശുദ്ധ അമ്മയുടെ കടന്നുപോകലിന് വേണ്ടി ഒരുങ്ങുകയാണ്. നമ്മളും അമ്മയോടൊപ്പം ഊട്ടുശാലയിൽ ആണ്. നമ്മളും അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അമ്മ കടന്നു പോകുന്നതിൻ്റെ ഓർമ്മ എത്തുന്നത് വരെ നമ്മളെങ്ങനെ സംസാരിക്കും? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
ഗബ്രിയേൽ മാലാഖ പറഞ്ഞ ആ വചനം ഉരുവിട്ടുകൊണ്ട് നമ്മളും അപ്പസ്തോലന്മാരുടെ പോലെ ശിഷ്യന്മാരുടെ പോലെ നമ്മളും പരിശുദ്ധ അമ്മയെ കാണുകയാണ് ഈ ദിവസങ്ങളിൽ. വചനം പറഞ്ഞുകൊണ്ട് അമ്മയുടെ കടന്നുപോകലിന് മുമ്പായിട്ട് ഇങ്ങനെ വചനം പറഞ്ഞ് നമ്മൾ അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ നമ്മളെ ആശീർവദിക്കും. ഇവരെ അമ്മേനെ കാണുമ്പോൾ അമ്മ സ്വർഗീയ പ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ട് 1000 മാലാഖമാരുടെ അകമ്പടിയിൽ അവിടെ മുട്ടുകുത്തി നിൽക്കുക. അപ്പം അമ്മയുടെ ശരീരം കണ്ട 33 വയസ്സിൽ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ. പ്രായം ഒരു മാറ്റവും സംഭവിപ്പിച്ചിട്ടില്ല. വർഷങ്ങളൊന്നും കടന്നു പോയത് ആ ശരീരത്തിനെ ബാധിച്ചിട്ടില്ല. നമ്മുടെ ആദത്തിൻ്റെ സന്തതികളൊക്കെ യൗവനം കഴിഞ്ഞ് എല്ലാവരും അഴിഞ്ഞു പോയില്ലേ? പക്ഷെ ഇവിടെ മറിച്ചാ. ഈ ഒരു ആനുകൂല്യം ദൈവം പരിശുദ്ധ മറിയത്തിന് മാത്രം നൽകപ്പെട്ടിട്ടുള്ളൂ. അമ്മ എത്ര പ്രായം ചെന്നാലും 33 വയസ്സിനെ തോന്നുള്ളൂ. കാരണം എന്താണ്? കന്മഷമില്ലാതെ അമലോത്ഭവയായിട്ടാണ് അവളെ സൃഷ്ടിക്കപ്പെട്ടത്. വിശുദ്ധ പത്രോസും വിശുദ്ധ യോഹന്നാനും അമ്മയുടെ കിടക്കയുടെ തലയ്ക്കിൽ നിന്നു. ബാക്കിയുള്ളവർ നിശബ്ദരായി ക്രമപ്രകാരം നിന്നു. അമ്മ തൻ്റെ സ്വതസിദ്ധമായ വിനയത്തോടും ആദരവോടും കൂടെ ഇപ്രകാരം പറഞ്ഞു: എൻ്റെ മക്കളെ, എൻ്റെ വത്സല മക്കളെ, നിങ്ങളുടെ ദാസിയായ ഇവൾ തൻ്റെ ഉള്ളിലുള്ള അഭിലാഷങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അറിയിക്കാൻ അനുവാദം ചോദിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ പത്രോസ് മറുപടിയായി, ഞങ്ങളെല്ലാവരും അമ്മയുടെ വാക്കുകൾ ശ്രവിക്കുകയാണ് എന്ന് പറഞ്ഞു. അവരെല്ലാവരും എല്ലാ കാര്യങ്ങളിലും അവളനുസരിക്കും. തങ്ങളോട് സംസാരിക്കാനായിട്ട് അമ്മ തൻ്റെ മഞ്ചത്തിൽ എഴുന്നേറ്റിരിക്കണേ എന്ന് പത്രോസ് അപേക്ഷിച്ചു. ഏറെ സമയമായി മുട്ടിമേ നിന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അമ്മ വളരെ പരീക്ഷണിതയാണ്. അങ്ങനെ ആയിട്ടുണ്ടാവും എന്നാണ് പത്രോസ് കരുതിയത്. അതിനാൽ തങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ രാജ്ഞിക്കെടുത്ത അന്തസ്സിൽ അവൾ അവിടെ ഉപവിഷ്ടയാകണം എന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. അനുഗ്രഹത്തിനായുള്ള അവരുടെ യാചന സ്വീകരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. വിശുദ്ധ പത്രോസിൻ്റെ സമ്മതം വാങ്ങി അവൾ തൻ്റെ മഞ്ചം വിട്ടെഴുന്നേറ്റു. അപ്പസ്തോല പ്രമുഖൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: പ്രഭോ, ഞാനിതാ യാചിക്കുന്നു. സാർവത്രിക സഭയുടെ ഇടയനും പരിശുദ്ധ സഭയുടെ തലവനും എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് നിൻ്റെ അനുഗ്രഹം സഭയുടെ നാമത്തിൽ എനിക്ക് തരിക. ഞാൻ സഭയ്ക്കർപ്പിച്ച സേവനങ്ങൾ വളരെ കുറവായതിനാൽ എനിക്ക് മാപ്പ് തരിക. അമ്മയുടെ കുമ്പസാരാണ് കേട്ടോ. എൻ്റെ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ 2 അങ്കികളുണ്ട്. എനിക്കെപ്പോഴും സഹായികളായിരിക്കുകയും എന്നോട് ഔദാര്യം കാട്ടുകയും ചെയ്ത 2 കന്യകകൾക്ക് അവ 2ഉം ദാനമായി നൽകാൻ യോഹന്നാന് നിർദ്ദേശം നൽകണമേ. ഇങ്ങനെ ഈ 2 അങ്കികൾ അമ്മയുടെ കൂടെ നിന്ന് 2 കന്യകൾക്ക് കൊടുക്കണമെന്ന് അമ്മ പറയുമ്പോൾ നമ്മളും ചിന്തിക്കുക, നമ്മളെ സഹായിച്ചിട്ടുള്ളവരെ, നമ്മുടെ അത്യാവശ്യ സമയത്ത് നമുക്ക് വേണ്ടി സഹായം തന്നവരെ നമ്മൾ പ്രത്യേകമായിട്ട് പരിഗണിക്കുമ്പോൾ ചിലരൊക്കെ പറയുമ്പോൾ അവിടെ സഹായം കിട്ടിയ ആളുകളായതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അമ്മ പറയുന്നത് കണ്ടു, ഈ ലോക ജീവിതത്തിൽ എൻ്റെ എല്ലാ വിഷമങ്ങളിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ആ 2 കന്യകകൾ. അവർക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 അങ്കികൾ കൊടുത്തോളൂ. നമ്മെ സഹായിച്ചവരെ, നമ്മുടെ കൂടെ നിന്നവരെ നമ്മളെപ്പോഴും ഇങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും. അല്ലാതെ കൂടെ നിന്നവരെ, കൈപ്പിടിച്ചുയർത്തിയവരെ ചവിട്ടി താഴ്ത്തി പോകരുത്. നമ്മൾ പോവല്ലേ ഇനിയിപ്പോൾ എന്താ എന്ന് വിചാരിക്കരുത്. നമ്മുടെ കൂടെ നിന്നവരാ, അവർ കാരണം നമ്മൾ ഉയർന്നത്. അവർ കാരണം നമ്മൾ ആശുപത്രിയിലായാലും എപ്പോഴായാലും നമുക്ക് സഹായത്തിന് എങ്ങനെയൊക്കെ ഓടി വന്നിട്ടുണ്ടോ അവരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. അവർക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കണം നമ്മൾ പോകുമ്പോൾ. അമ്മ അതാണ് ഓർമ്മിപ്പിച്ച് തരുന്നത് നമുക്ക്. അപ്പോൾ ഏതോ 2 കന്യകകൾ അമ്മയുടെ ഒപ്പം നിന്നിട്ടുണ്ട്. അവർക്കാണ് അമ്മയുടെ 2 അങ്കികൾ കൊടുത്തത്. പിന്നെ അമ്മ ക്രിസ്തുവിൻ്റെ വികാരിയായ പത്രോസിൻ്റെ പാദങ്ങൾ ചുംബിച്ചു. അപ്പസ്തോല വരം, പൗരോഹിത്യ വരത്തിന് അമ്മ കൊടുക്കുന്ന പ്രാധാന്യമാണിത്. അത്ര വലിയ വരമാണ് പുരോഹിതന്മാർക്ക് ഈശോ കൊടുത്തിട്ടുള്ളത്. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് പോലും അങ്ങനെയൊരു വരം കൊടുത്തിട്ടില്ല. അങ്ങനെ അമ്മ കണ്ണുനീര് പൊഴിച്ച്, പത്രോസും മറ്റുള്ളവരൊക്കെ ഇത് കണ്ടപ്പോൾ കണ്ണുനീര് പൊഴിച്ചു. പിന്നെ പത്രോസിനെ വിട്ട് യോഹന്നാൻ്റെ അടുത്ത് പോയി അമ്മ. അദ്ദേഹത്തിൻ്റെയും പാദങ്ങൾ ചുംബിച്ച് പറഞ്ഞു, എൻ്റെ പ്രിയ മകനെ,
നീ എന്നോട് ക്ഷമിക്കുക. എൻ്റെ പുത്രൻ കുരിശിൽ മരിക്കുന്ന വേളയിൽ നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്ന നിമിഷം മുതൽ ഒരു അമ്മയ്ക്കെടുത്ത സേവനങ്ങൾ നീ അർഹിക്കും വിധം നൽകാൻ ഞാൻ ബാധ്യസ്ഥയായിരുന്നു. എന്നാൽ അത് പൂർണ്ണമായി നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നീ എനിക്ക് നൽകിയ പുത്രനിർവിശേഷമായ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇനി എന്നെ സൃഷ്ടിച്ചവൻ്റെ ദർശന സൗഭാഗ്യത്തിലേക്കും നിത്യമായ അവിടത്തോട് സഹവസിക്കാനുമായി യാത്രയാകുന്ന എനിക്ക് ആശീർവാദം നൽകുക. പ്രിയ സഹോദരങ്ങളെ, ഓർക്കണേ, ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ അമ്മ പറയാണ്, നിന്നെ എനിക്ക് വേണ്ടവണ്ണം ശുശ്രൂഷിക്കാൻ പറ്റിയിട്ടില്ല. എപ്പോഴും ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ചെയ്തത് പൂർണ്ണമായിട്ടില്ല. നമ്മളുടെ ഭാഗത്തുനിന്ന് കുറവുകൾ കുറേ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാപ്പ് ചോദിക്കുകയാണ് എല്ലാവരോടും. നമ്മൾ മനുഷ്യരോ, ഞാൻ ചെയ്തതാണ് ശരി, ഞാൻ ചെയ്തത് മാത്രമാണ് ശരി, ഞാൻ ചെയ്തതിൽ ഒരു കുറവുമില്ല. ചില ആളുകളെ നമുക്ക് കാണാം, എന്തെങ്കിലും ഒരു തിരുത്തൽ പറഞ്ഞാൽ ഒരിക്കലും അവർ സമ്മതിക്കില്ല. അത് അങ്ങനെ മതി, ഇങ്ങനെ മതി, ഇങ്ങനെയാണ് ശരി. കുടുംബങ്ങളിലും സമൂഹങ്ങളിലും അങ്ങനെയാണ്. ആരെങ്കിലും എന്തെങ്കിലും ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കില്ല. ഇവിടെ ദൈവത്തിൻ്റെ അമ്മ പറയുന്നത് കണ്ടോ, ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടിരുന്നതൊന്നും പൂർണ്ണതയിൽ ചെയ്തിട്ടില്ല എന്ന് ദൈവമാതാവാണ് ഈ ഏറ്റു പറയണത്. അപ്പോൾ നമ്മൾ എന്തുമാത്രം നമ്മുടെ ചുറ്റുള്ളവരോട് ഏറ്റു പറയണം. നമ്മൾ ചെയ്തത് പൂർണ്ണമായിട്ടില്ല എന്ന് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നിനക്ക് വേണ്ടി കുറച്ചും കൂടി ചെയ്യേണ്ടതായിരുന്നു, ഞാൻ ചെയ്തില്ല. ജീവിത പങ്കാളിയോട് ഞാൻ കുറച്ചും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. മക്കളെ, നിങ്ങളോട് ഞാൻ കുറച്ചും കൂടി നല്ലതാവേണ്ടതായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് എപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചെയ്തതാണ് ശരി, അവരിങ്ങോട്ട് ചെയ്തു തന്നിട്ടില്ല എന്നല്ലേ നമ്മൾ പറയാറ്. അമ്മയുടെ കടന്നുപോകലിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ ചെയ്ത ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. ഇതിൽ നിന്ന് അമ്മ നമുക്ക് കുറേ പാഠങ്ങൾ തരുന്നുണ്ട്. പൗരോഹിത്യത്തിൻ്റെ ആ വരത്തിൻ്റെ പ്രത്യേകത, അത് അമ്മ എങ്ങനെയാണ് നമുക്ക് വരച്ച് കാണിക്കുന്നത്? കുമ്പിട്ട് വണങ്ങി അവരോട് മാപ്പ് പറയുന്നത്. അതുപോലെ അമ്മയോട് ചേർത്ത് കൊടുത്തിട്ടുള്ള വ്യക്തികൾക്ക് അമ്മ കുറേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അമ്മ പറയാണ്, ഞാൻ ചെയ്തതൊന്നും പൂർണ്ണതയായില്ല, അതുകൊണ്ട് മാപ്പ് തരാൻ. ഇങ്ങനെ നമുക്കും പറയാനുള്ള ആ ഒരു എളിമയിലേക്ക് നമ്മളെ കൊണ്ടുപോകണമേ എന്ന് നമുക്ക് സ്വർഗാരോപിത മാതാവിനോട് പ്രാർത്ഥിക്കാം. അമ്മയോട് ഈ ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. അപ്പസ്തോലന്മാരും സ്ത്രീഹന്മാരൊക്കെ അമ്മയോട് സംസാരിച്ച് ഊട്ടുശാലയിൽ നിന്ന പോലെ നമുക്കും നമ്മുടെ അമ്മയോട് സംസാരിക്കാം. അതിന് ഊട്ടുശാലയിൽ പോകണ്ട. നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെയുള്ള അമ്മയോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാം. എങ്ങനെ സംസാരിക്കാം? നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ ആ വചനം ഏറ്റുചൊല്ലി സംസാരിക്കാം. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാം. കാരണം അമ്മ കടന്നു പോകാൻ തുടങ്ങുക. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അമ്മ കടന്നു പോകും. അതിനു മുമ്പ് നമുക്ക് ജാഗ്രതയോടെ പ്രാർത്ഥിക്കാം. അപ്പം അമ്മ നമുക്കിതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരും. ഇന്ന് നമുക്ക് അമ്മയുടെ 3 മാതൃകകളാണ്. 1, പത്രോസിൻ്റെ അടുത്ത് അമ്മയുടെ എളിമ. 2, ചേർന്ന് നിന്നവർക്ക് സമ്മാനം കൊടുത്തു പോകുന്ന അമ്മ. 3, യോഹന്നാനോട് നിനക്ക് വേണ്ടി ഞാൻ ചെയ്തതൊന്നും ശരിയായിട്ടില്ല എന്ന് അവരവരുടെ കുറവ് ഏറ്റുപറയുന്ന അമ്മ. ഈ 3 സുഹൃതങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. പരിശുദ്ധ അമ്മയുടെ നിദ്രയുടെ തിരുനാളിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ആമീൻ. വെള്ളി നീലാവിൻ്റെ വെള്ളിത്തിരയതിൽ മിന്നിത്തിളങ്ങുന്നതാരാ, ദൂരെയാ നീലാംബരത്തിനുമപ്പുറം റാണിയായി വാഴുന്നതാരാ, ത്രിലോകരാജ്ഞിയായി മേരി മഹേശ്വരി, ദൈവകുമാരൻ ജനനി. മേരി മഹേശ്വരി വാഴ്ത്തിടാം നിന്നെ ഞാൻ വത്സല അമ്മയായി. നൊന്തു കരയുമ്പോൾ നിന്മക്കൾക്കാലംബം നീ മാത്രമാണെന്നും അമ്മേ.
വെള്ളി നീലാവിൻ്റെ വെള്ളിത്തിരയതിൽ മിന്നിത്തിളങ്ങുന്നതാരാ? ദൂരെയാ നീലാംബരത്തിനുമപ്പുറം റാണിയായി വാഴുന്നതാരാ? ത്രിലോകരാജ്ഞിയായി മേരി മഹേശ്വരി ദൈവകുമാരൻ ജനനീ.